സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ അന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് റിക്കവറി എന്നുള്ള കാർഡാണ്. റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിൻ്റെ പീരീഡിലാണ്, അതല്ലെങ്കിൽ ഒരു ഹീലിംഗ് പീരീഡിലാണ്. ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പീരീഡ് ഏകദേശം അവസാനിക്കാറായി, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് നിങ്ങളിലേക്ക് ഇനി വരാൻ പോണത് വളരെ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് വരാൻ പോണത്. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും അവസാനിച്ചു. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു ന്യൂ ഫേസ് വരാൻ പോവാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. അതായത് നിങ്ങളുടെ ഡിസയേഴ്സിന് കരിയർ ചേഞ്ച് ആയിക്കോട്ടെ, എന്ത് ചേഞ്ചിലായിക്കോട്ടും നിങ്ങൾക്കൊരു പുതിയ ഒരു ബ്രൈറ്റായിട്ടുള്ള ജോയ്ഫുള്ളായിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് അതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ റിക്കവറി എന്നുള്ള കാർഡ് പറയണത്. ഏകദേശം നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി പുതിയൊരു ജോയ്ഫുള്ളായിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു തുടക്കമാണ് ഇനി വരാൻ പോണത്. അതിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് റിക്കവറി എന്നുള്ള കാർഡ് പറഞ്ഞത്. അടുത്ത കാർഡ് എന്താണ്? ഓപ്പർച്യൂണിറ്റി. അതായത് ഇതും നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വരണമെന്നാണ്. അതും പോസിറ്റീവായിട്ടുള്ള ഗ്രോത്തിനെ കാണിക്കുന്നതാണ്. അതായത് കരിയറിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇൻസ്പിറേഷനും ഇൻസൈറ്റും ഒക്കെ നിങ്ങൾക്കുണ്ടാവുന്നു. അതിനനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു വീട് വാങ്ങുക, വീട് വിൽക്കുക, അല്ലെങ്കിൽ റൊമാൻസ്, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ഡിസയർ ആയിക്കോട്ടെ, ആ ഡിസയറൊക്കെ നിങ്ങളിലേക്ക് വളരെ താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാർഡ് നിങ്ങളോട് പറയണത്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഈ ഏഞ്ചൽസായിട്ട് തന്നെ താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഏഞ്ചൽസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ അവസരങ്ങൾ, നിങ്ങളുടെ ഡിസയറിനനുസരിച്ചുള്ള കരിയർ ചേഞ്ചുകൾ, വീട് വാങ്ങൽ, വീട് വിൽക്കൽ, റൊമാൻസ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. അടുത്ത കാർഡ് എത്ര കാലത്തിനുള്ളിൽ വരും എന്ന് ചോദിച്ചപ്പോൾ എ ഇയർ ഫ്രം നൗ, ഇവിടെ നിന്ന് തുടങ്ങി ഒരു കൊല്ലത്തിനുള്ളിൽ. ഒരു കൊല്ലത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ താമസിയാതെ ആവാം. അപ്പോൾ ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു അവസരങ്ങളെ, ആ റിക്കവറിയൊക്കെ, അതിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ എനർജറ്റിക്കായിട്ട് സെൽഫ് കെയറിങ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുക. കാരണം ഇവിടെ ഇതിനുള്ള വർക്ക് ബിഹൈൻഡ് ദി സീൻ ഈ ഏഞ്ചൽസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ എവിഡൻസ് കാണാനില്ലായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും അധികം താമസിയാതെ ഈ ഒരു ന്യൂ പോസിബിലിറ്റീസൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.